ലൂസിയേ, ലൂസി. എന്തോ ഇന്ന് എന്താ എത്ര പ്രത്യേകത? ഇത് എങ്ങോട്ട് പോകാൻ എഴുന്നേൽക്കുന്നേ? രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്താ? മക്കളൊക്കെ വൈകുന്നേരമല്ലേ വരുള്ളൂ, പിന്നെ എന്തിനാ ഇപ്പോഴേ പോയി കാത്തിരിക്കുന്നത്? ഈ മനുഷ്യന്റെ ഒരു കാര്യം. എപ്പോഴെങ്കിലും വരട്ടെ, ഇല്ലാത്ത തിരക്കൊണ്ടെന്ന് തിരക്കായിട്ടായിരിക്കും. ക്രിസ്മസ് അല്ലേ, വരാതിരിക്കില്ല. നിങ്ങൾ ഇത് ആരുടെ കാര്യമായി പറയുന്നേ? ആ, നിങ്ങൾ ഇവിടെ ഇരിക്കും, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. വൈകുന്നേരം മക്കള് വരുന്നതാ. വെറുതെ തലകുത്തി കിടന്ന് മറിഞ്ഞ് പണിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. അവർക്ക് നിന്റെ ഭക്ഷണമൊന്നും വേണ്ടെങ്കിലോ, അവർക്ക് ആവശ്യമുള്ളത് അവർ കൊണ്ടുവരും. വെറുതെ കഷ്ടപ്പെടാന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഇതെന്റെ കടമയല്ലേ? കടമ? നമുക്ക് മാത്രമായിട്ടൊരു കടമ? അല്ലേലും വീണ് കിടക്കുന്നവരെയൊക്കെ നോക്കാൻ ആർക്കാ നേരം? നീ എന്നെ കൊണ്ട് മടുത്തില്ലേ? വെറുതെ ഓരോന്നും പറയണ്ട. ഇങ്ങനെയെങ്കിലും കിട്ടിയതിന് ഈശോയുടെ ഒന്നും നന്ദി പറയുന്ന ഞാൻ. അപ്പോഴാ ഓരോന്ന്. വന്നു, എന്റെ മക്കൾ വന്നു. അല്ലേലും എനിക്കറിയായിരുന്നു അവര് വരും. ഓ, അപ്പൊ ഇതിനായിരുന്നല്ലേ ഒരുങ്ങി കാത്തിരുന്നത്? ഓഹോ, സുന്ദരനായിട്ടുണ്ടല്ലോ. ഇത് ആരെ കാത്തിരിക്കുവാ? വേറെ ആരെയാ? നിങ്ങളെല്ലാവരും എന്താ രണ്ടാളും മറച്ചു പിടിച്ചിട്ടുണ്ടല്ലോ? കുഞ്ഞ ക്രിസ്തുമസ് സമ്മാനം. ഒരുപാട് സന്തോഷം. നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന യേശുവിനെ ഒരുപക്ഷെ അഗതികളിൽ പാവപ്പെട്ടവരും നിരാലംബരിലും കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സഭ. ആ നല്ല പിതാവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ഈ ഭൂമിയിൽ നിറവേറ്റുകയല്ലേ ഈ മക്കൾ ചെയ്യുന്നത്? ആരോരുമില്ലാത്തവരുടെ ഇടയിലേക്ക് ഇനിയും കരുണ പറ്റാത്ത കണ്ണുകളുമായി ക്രിസ്തുവിനെ തേടിയിറങ്ങുന്ന മക്കൾ. ഏതൊരപ്പനും അഭിമാനിക്കാം ഇവരെ ഓർത്ത്. ഇവരിലൂടെ ലോകം ക്രിസ്തുവിന്റെ സ്നേഹം വീണ്ടും വീണ്ടും അറിയുന്നതിനെ ഓർത്ത് ഏതൊരപ്പനും അഭിമാനിക്കാം. അവസാന നിമിഷം വരെ ദൈവമക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരപ്പൻ. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം സ്വന്തം ജീവിതം തന്നെയായിരുന്നു. കഴിക്കാതെ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കണം. മദറിന്റെ പേര് പറഞ്ഞിട്ടാ മരുന്ന് കഴിപ്പിക്കുന്നത്, അതുകൊണ്ടാണ്. മരണത്തിന്റെ വക്കിലുള്ള അവസാനം പഠിച്ചത് ഒരു ഉണക്കക്കമ്പ് കൊണ്ട് തട്ടി ജീവിതത്തോട് പറഞ്ഞു വിട്ടിട്ട് 1 വർഷം. എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസം. സഭാഞ്ചേട്ട ഷോക്ക് അടിച്ച് ആ കിടന്നത് ഇപ്പോഴും എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട്. അത് ഞാനതേ ആകട്ടെ, മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. സന്തോഷമായിട്ടിരിക്കും. പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആയിക്കോട്ടെ, എന്നാലും അവര് നമ്മളെ ഓർത്ത് വന്നല്ലോ. അവര് കാണിക്കുന്ന സ്നേഹം നമ്മുടെ മക്കൾക്ക് പോലും ഇല്ല. പിതാവിന്റെ മക്കൾക്ക് സ്നേഹിക്കാനേ അറിയാം. നീ എന്നെ കട്ടിലേക്ക് ആക്കിയാൽ ഒന്ന് കിടക്കണം. എന്റെ ക്രിസ്മസ് ആഘോഷം ഇവിടെ